ഇദ്ദേഹത്തെ അറിയാത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും. ഇദ്ദേഹം ഒരു സിനിമാ നടനാണ്. ഇദ്ദേഹത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു പോസ്റ്റാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലാവുന്നത്. ആ ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്: എത്ര പേർക്കറിയാം ബ്രെയിൻ ട്യൂമറിനെ അതിജീവിച്ച തലയിൽ 50ലധികം സ്റ്റിച്ചുള്ള ഒരു യുവ നടൻ മലയാളത്തിലുണ്ടെന്ന്. മരണത്തെ മുഖാമുഖം കണ്ട് തിരിച്ചു വന്ന ആ നടൻ്റെ പേരാണ് ആൻസൺ പോൾ. മിക്ക എഞ്ചിനീയർ സ്റ്റുഡൻറ്റിനെയും പോലെ താല്പര്യമില്ലാതെ എഞ്ചിനീയറിംഗ് പഠിക്കുകയായിരുന്നു ആൻസൺ പോൾ. സിനിമയായിരുന്നു ആഗ്രഹമെങ്കിലും വീട്ടുകാരുടെ എതിർപ്പ് കാരണമാണ് എഞ്ചിനീയറിംഗ് പഠനം തുടർന്നത്. ആ സമയത്താണ് ട്യൂമർ കണ്ടെത്തുന്നതും തുടർന്ന് ഒരുപാട് ചികിത്സക്കും സർജറിക്കും ഒടുവിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആൻസനോട് വീട്ടുകാർ എന്താണോ തൻ്റെ സ്വപ്നം അത് ഫോളോ ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ മലയാളത്തിലും തമിഴിലുമായി ഒട്ടനവധി വലുതും ചെറുതുമായ വേഷങ്ങൾ ചെയ്ത തിരക്കുള്ള ഒരു നടനായി മാറി. ഊഴം, സുധീവാത്മീകം, അബ്രഹാമിൻ്റെ സന്തതികൾ, ആഡിറ്റോ, റോമോ, തമ്പി, അങ്ങനെ ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റിയ ആൻസൺ പോളിനെ ഇനി പുള്ളിയെ നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും നെറ്റിയുടെ സൈഡിലുള്ള ഒരു പാട് തൻ്റെ മരണത്തോടുള്ള പോരാട്ടത്തിൻ്റെ അടയാളം. ആൻസൺ പോൾ മലയാളത്തിലെ ശ്രദ്ധിക്കപ്പെടുന്ന നടന്മാരിൽ ഒരാളാകും എന്ന് ഉറപ്പാണ്. കാരണം അയാളെ വിധിക്ക് പോലും തോൽപ്പിക്കാനാകില്ല. കണ്ണാടിയിൽ അയാൾ ഒന്ന് സ്വയം നോക്കിയാൽ മതി ഇൻസ്പിറേഷൻ കിട്ടാൻ. എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഈ ഒരു നടൻ വലിയൊരു നിലയിൽ എത്തട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.